നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഗണപതി ഭഗവാന്റെ വഴിപാടുകളും അതിന്റെ പ്രാധാന്യവുമാണ് പറയുന്നത്. കരിപ്രസാദം എല്ലാവരും സാധാരണയൊക്കെ തൊടാറുണ്ട്, എന്നാൽ അതിന്റെ ശരിയായിട്ടുള്ള പ്രാധാന്യം എല്ലാവർക്കും അറിയാമോ എന്നുള്ളത് സംശയമാണ്. കരിപ്രസാദം ഉൾപ്പെടെയുള്ള ഗണപതി ഭഗവാന്റെ വഴിപാടുകളും പ്രസാദങ്ങളും അതിന്റെ ഗുണഫലങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ക്ഷിപ്രപ്രസാദിയായിട്ടുള്ള ശ്രീ മഹാഗണപതിയെ ആരാധിക്കുന്ന ഭക്തർക്ക് ചെയ്യാവുന്ന ഏറ്റവും വിശേഷപ്പെട്ട വഴിപാടാണ് മഹാഗണപതി ഹോമം. ഗണപതി ക്ഷേത്രങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ഗണപതി ഉപദേവതയായിട്ട് ഗണപതി ഹോമം നിത്യം നടക്കുന്ന ക്ഷേത്രങ്ങളിൽ നിന്നും ഒക്കെ ഭക്തർക്ക് ലഭിക്കുന്ന അതിവിശേഷപ്പെട്ട ഒരു പ്രസാദം കൂടിയാണ് കരിപ്രസാദം. ക്ഷേത്രങ്ങളിൽ നിന്ന് കിട്ടുന്ന കരിപ്രസാദത്തിൽ പൂവും കളഭവും കരിപ്രസാദവും ഉണ്ടാകും. ഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹോമത്തിന്റെ ഈ പ്രസാദം ദിവസവും തൊടുന്നതിലൂടെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള വിഘ്നവും ഉണ്ടാകില്ല. ഗണപതി ഹോമം നടത്തുക എന്നിട്ട് പ്രസാദം വാങ്ങിക്കാതെ പോകുന്ന പതിവൊക്കെ ഉണ്ട്. ഗണപതിയുടെ ഈ കരിപ്രസാദത്തിന് വളരെ വിലയുണ്ട് എന്ന് തന്നെ ആദ്യം തന്നെ പറയട്ടെ. അഷ്ടദ്രവ്യ ഹോമം നടക്കുന്ന ഭസ്മത്തിലെ ആ ഹോമകുണ്ടത്തിൽ എരിഞ്ഞമർന്ന ദ്രവ്യങ്ങളുടെ ഭസ്മത്തിന്റെ കരിയാണ് കാലത്ത് അതിന് പ്രസാദമായിട്ട് ഭക്തർക്ക് നൽകുന്നത്. ഇത് ദിവസവും ധരിക്കുന്നത് സർവ്വ വിഘ്നങ്ങൾക്കും പരിഹാരമാണ്. കരിപ്രസാദം എന്തുമാകട്ടെ എപ്പോഴും നമുക്ക് ധരിക്കാവുന്നതാണ്. അത് ഫലസിദ്ധി ഉണ്ടാകും. ഗണപതി ഭഗവാന്റെ അനുഗ്രഹം ആ ധരിക്കുന്ന വ്യക്തിക്കുണ്ടാകും. പ്രത്യേകിച്ച് നമ്മളുടെ പേരിലും നാളിലും നടത്തുന്ന ഗണപതി ഹോമത്തിന്റെ കരിപ്രസാദം നിത്യം തൊടുക, അത് ഉപേക്ഷിക്കാതിരിക്കുക. ഇത്തരത്തിലുള്ള അഷ്ടദ്രവ്യ ഗണപതി ഹോമത്തിന്റെ കരിപ്രസാദം സൂക്ഷിച്ചു വെച്ച് നിത്യം തൊടുക. യാതൊരുവിധ തടസ്സങ്ങളും നിങ്ങളെ ബാധിക്കുകയില്ല. എല്ലാ മാസവും ജന്മനക്ഷത്ര ദിവസം തോറും ഗണപതിക്ക് ഹോമം നടത്തുന്നത് സകല കാലദോഷങ്ങൾക്കും ജീവിതത്തിൽ ഐശ്വര്യത്തിനും ഉയർച്ചയ്ക്കും ഒക്കെ സഹായിക്കും. 8 ദ്രവ്യങ്ങൾ ഒന്നിച്ച് ഹോമിക്കുന്നത് കൊണ്ടാണ് അഷ്ടദ്രവ്യ ഗണപതി ഹോമം എന്ന് പറയുന്നത്. അത് വിശേഷമാണ്. മഹാഗണപതി സങ്കല്പത്തിലാണ് ഈ അഷ്ടദ്രവ്യ ഗണപതി ഹോമം നടത്തുന്നത്. പലരും ഉള്ളിലേക്ക് ഭക്ഷിക്കാനുള്ള പ്രസാദത്തിനാണ് പിടികൂടുന്നത്. പലയിടത്തും ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽ കുറവുകൾ പറ്റിയാൽ ക്ഷേത്ര ഭരണസമിതിയെ അനാവശ്യ വാക്കുകളൊക്കെ പ്രയോഗിക്കുന്ന ഭക്തരെയും കണ്ടിട്ടുണ്ട്. എന്നാൽ അതിനേക്കാളൊക്കെ വിശേഷമായിട്ടുള്ള പ്രസാദമാണ് കരിപ്രസാദം. അത് പലരും തിരിഞ്ഞു നോക്കാറ് പോലുമില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെയുള്ളവർക്ക് എങ്ങനെ ഗണപതി ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കും എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഉണങ്ങിയ നാളികേരമാണ് ഗണപതി ഹോമത്തിന് ഉപയോഗിക്കുക. തേങ്ങ, ശർക്കര, തേൻ, കരിമ്പ്, അപ്പമട, മലർ, പഴം എന്നിവയാണ് തന്ത്രഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്ന അഷ്ടദ്രവ്യങ്ങൾ. കരിമ്പ്, മലർപ്പൊടി, പഴം, അവൽ, എള്ള്, മോദകം, നാളികേരം, മലർ എന്നിവയും പറയപ്പെടുന്നുണ്ട്. വിഘ്നങ്ങളും ദുരിതങ്ങളും മാറ്റി ക്ഷേമവും ഐശ്വര്യവും നല്ല രീതിയിൽ വർദ്ധിപ്പിക്കുന്നതിനാണ് ഗണപതി ഭഗവാന് മഹാഗണപതി ഹോമം നടത്തുന്നത്. ഏത് കർമ്മങ്ങൾക്കും മുമ്പായി ഗണപതിയെ വന്ദിക്കുന്നതാണ് ഗണപതി ഹവനം. ഗണപതി സ്മരണയോടുകൂടി ചെയ്ത് ആരംഭിക്കുന്ന ഏത് പ്രവർത്തനങ്ങളും തടസ്സം കൂടാതെ പൂർത്തിയാക്കാൻ സാധിക്കും. ഇത് എല്ലാ ഭക്തരുടെയും ഒരു അനുഭവം തന്നെയാണ്. സിദ്ധി, ബുദ്ധി, ഐശ്വര്യം ഇവയെല്ലാം തരുന്ന അഭീഷ്ടദായകനാണ് ഗണപതി ഭഗവാൻ. ഗണപതി വന്ദനത്തിന്റെ ഭാഗമായിട്ട് ഒരുക്കുന്ന ഗണപതിക്കൊരുക്ക് സർവ്വസാധാരണമാണ്. ചില സ്ഥലങ്ങളിലൊക്കെ ഇതിനെ പടുക്ക വയ്ക്കുക എന്നും പറയാറുണ്ട്. ഗൃഹപ്രവേശത്തിന് മുമ്പായും മറ്റ് എല്ലാ മംഗളകർമ്മങ്ങൾക്ക് മുമ്പായും ആദ്യം ചെയ്യുന്ന കർമ്മമാണിത്. കേതുർദോഷം മൂലം മംഗല്യം വൈകുന്ന വ്യക്തികൾക്കും ഗണപതി ഹോമം പ്രതിവിധിയാണ്. ഓരോ ആവശ്യത്തിനും ഓരോ ദ്രവ്യങ്ങൾ കൊണ്ടും ഗണപതി ഹോമം നടത്താറുണ്ട്. ഗണപതി ഹോമത്തിൽ തന്നെ വിശേഷമായി ഓരോ ദ്രവ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് നമ്മളുടെ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാം. അത് ക്ഷേത്രത്തിലായാലും വീട്ടിലായാലും നടത്തുന്ന ഗണപതി ഹോമത്തിൽ നമ്മളുടെ അഭീഷ്ടങ്ങൾക്കനുസരിച്ച് ഓരോ ഹോമങ്ങൾ നടത്താവുന്നതാണ്. ഓരോ ദ്രവ്യങ്ങൾ ഹോമിക്കാവുന്നതാണ് എന്നർത്ഥം. അങ്ങനെ വിവിധ ആവശ്യങ്ങൾക്ക് ഗണപതിക്ക് വഴിപാടുകൾ ചെയ്യേണ്ട, ഹോമങ്ങൾ നടത്തേണ്ട കാര്യങ്ങളെ നമുക്കൊന്ന് പറയാം. എൻ്റെ അടുത്ത് ജ്യോതിഷം നോക്കാൻ വരുന്ന പലർക്കും ഞാൻ ഗണപതി ഹോമം പരിഹാരമായി വിധിക്കാറുണ്ടായിരുന്നു. എൻ്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അത് ഭക്തർക്ക് വളരെയേറെ പ്രയോജനം ചെയ്തിട്ടുമുണ്ട്. എല്ലാ ദോഷങ്ങളും ഇല്ലാതാകുന്നതിന് ഗണപതി ഭഗവാന്റെ ഗണപതി ഹോമം തന്നെ 100% പ്രതിവിധിയാണ് എന്ന് നമുക്ക് ഉറപ്പു പറയാൻ സാധിക്കും. ഇനി വിവാഹം നടക്കുന്നതിന് വേണ്ടി, നല്ല വിവാഹം നടക്കുന്നതിന് വേണ്ടി കാലതാമസം ഉണ്ടാകാതെ വിവാഹം ഭംഗിയായി നടക്കുന്നതിനുമൊക്കെ ആയിട്ട് ഗണപതിക്ക് ചെയ്യാവുന്ന ദ്രവ്യഹോമമാണ് പറയുന്നത്. ചുവന്ന തെറ്റിപ്പൂവ് നാളം കളഞ്ഞ് നെയ്യിൽ മുക്കി അത് സ്വയംവര മന്ത്രം ചൊല്ലിക്കൊണ്ട്
ഹോമിക്കുക. ഇങ്ങനെ 7 ദിവസം തുടർച്ചയായിട്ട് സ്വയംവര മന്ത്രം ജപിച്ചുകൊണ്ട് തെറ്റിപ്പൂവ് നാളം കളഞ്ഞത് ഗണപതി ഹോമത്തിൽ ഹോമിക്കുന്ന പക്ഷം ആ വ്യക്തിക്ക് മംഗല്യഭാഗ്യം സിദ്ധിക്കുമെന്നാണ്. ഇത് ഞാൻ പലപ്പോഴും പലർക്കും ഉപദേശിച്ച് ഫലസിദ്ധി കണ്ടിട്ടുള്ള ഒരു ദ്രവ്യഹോമമാണ്. കൂടാതെ കാര്യസിദ്ധി, കലഹങ്ങളിൽ നിന്ന് രക്ഷ, ദമ്പതികളുടെ ഐക്യം, ഇവയ്ക്കൊക്കെയായിട്ട് ഐക്യമത്യ സൂക്തം കൊണ്ട് നെയ് ഹോമിക്കുന്നത് ഫലപ്രദമായി കാണുന്നുണ്ട്. കൂടാതെ കാര്യസിദ്ധിക്കും ഐശ്വര്യത്തിനുമായി ഗായത്രി മന്ത്രം ജപിച്ചുകൊണ്ട് നെയ് ഹോമിക്കുന്നതും വളരെ വിശേഷമാണ്. പൊതുവെയുള്ള ഒരു പൂർവജന്മ ദുരിതങ്ങളും ഒക്കെ ഇല്ലാതാക്കുന്നതിനും ഗായത്രി മന്ത്രം കൊണ്ട് നെയ് ഹോമിക്കുന്നത് ഉചിതമാണ്. 9 ഗുണിതങ്ങൾ ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതം. കഠിനമായിട്ടുള്ള പൂർവജന്മ ദുരിതങ്ങളൊക്കെ ആണെങ്കിൽ 1008 പ്രാവശ്യം ഇത്തരത്തിൽ ഗണപതിക്ക് ഗായത്രി മന്ത്രത്തോടുകൂടി നെയ് ഹോമിക്കുന്നത് ഫലപ്രദമാണ്. പൊതുവെ വഴിപാട് നടത്തുന്ന വ്യക്തിക്ക് ഐശ്വര്യം ലഭിക്കാനായി കറുകക്കൂമ്പ്, അതായത് കറുകനാമ്പ് 3 കൂട്ടി ത്രിമധുരത്തിൽ ചേർത്ത് ഹോമിക്കുന്നത് ഫലപ്രദമാണ്. സന്താനഭാഗ്യം ആഗ്രഹിക്കുന്നവർക്കും ഗണപതിക്ക് ഹോമം നടത്താവുന്നതാണ്. സന്താന ഗോപാല മന്ത്രം ജപിച്ചുകൊണ്ട് പഞ്ചസാര ചേർക്കാത്ത പാൽപ്പായസം ഹോമിക്കുന്നത് ഫലപ്രദമാണ്. ഭൂമി ലാഭത്തിനാണ് എങ്കിൽ താമരമൊട്ടിൽ വെണ്ണ പുരട്ടി ഹോമിക്കുന്നത് ഫലപ്രദമാണ്. പിതൃക്കളുടെ പ്രീതിക്ക് വേണ്ടി അനാദി മന്ത്രം കൊണ്ട് എള്ളും അരിയും ഒന്നിച്ചു ചേർത്ത് ഹോമിക്കുന്നതും ഫലപ്രദമാണ്. ഭാര്യയുടെയും ഭർത്താവിന്റെയും ദാമ്പത്യ കലഹം മാറ്റാനായിട്ട് ഇവരുടെ രണ്ടുപേരുടെയും ജന്മനക്ഷത്ര ദിവസങ്ങളിൽ സംവാദ സൂക്തം കൊണ്ട് ഗണപതി ഹോമം നടത്തേണ്ടതാണ്. തുടർച്ചയായി ഇത് 7 തവണയാണ് നടത്തേണ്ടത്. ഇപ്രകാരം നടത്തപ്പെടുമ്പോൾ 16 നാളികേരം, 16 പലം ശർക്കര, 32 കദളിപ്പഴം, 1 നാഴി നെല്ല്, ഉരിത്തേൻ എന്നിവ സംവാദ സൂക്തത്താൽ ഹോമിക്കുക. ഇനി ശത്രുദോഷം ഇല്ലാതാക്കാനാണ് എങ്കിൽ ഉച്ഛിഷ്ട ഗണപതി മന്ത്രം ചൊല്ലിക്കൊണ്ട് വേപ്പിൻ ചമ്മത ഹോമിക്കേണ്ടതാണ്. സമ്പത്ത് വർദ്ധിക്കാനാണെങ്കിൽ ലക്ഷ്മി വിനായക മന്ത്രത്താൽ ത്രിമധുരം ഹോമിക്കുന്നത് ഫലപ്രദമാണ്. ആയുർവർദ്ധനയ്ക്കും ആയുർദോഷ ശാന്തിക്കുമായിട്ടും രോഗശമനത്തിനുമായിട്ടും മൃത്യുഞ്ജയ ഹവനത്തിന്റെ ദ്രവ്യങ്ങൾ കൊണ്ട് ഗണപതി ഹോമം നടത്തിയാൽ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ ശമനം ഉണ്ടാകും, ആയുർദോഷത്തിന് പരിഹാരമുണ്ടാകും. ഗണപതിക്ക് ഹോമം നടത്തുന്നത് കൂടാതെ ചെയ്യാവുന്ന എളുപ്പ വഴിപാടാണ് ഗണപതിയുടെ നടയിൽ നാളികേരം ഉടയ്ക്കുക എന്നുള്ളത്. നാളികേരം ഉടയ്ക്കുമ്പോൾ തടസ്സങ്ങളെല്ലാം ഛിന്ന ഭിന്നമാകുമെന്നാണ് ഫലസിദ്ധി. അതോടെ ആ നാളികേരം ഉടയ്ക്കുന്ന വ്യക്തിയുടെ പ്രതിസന്ധികളെല്ലാം അകലും. കറുകമാല, ചെമ്പരത്തിപ്പൂവ്, ചുവന്ന പട്ട് ഇതൊക്കെ ഭഗവാന് വിശേഷമാണ്. ചിങ്ങത്തിലെ വിനായക ചതുർത്ഥി, വിജയദശമി വെള്ളിയാഴ്ചകൾ, വിശേഷിച്ച് മലയാള മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച, മീനമാസത്തിലെ പൂരം നക്ഷത്രം, തുലാമാസത്തിലെ തിരുവോണം നക്ഷത്ര ദിവസം ഇവയൊക്കെ ഗണപതിക്ക് വിശേഷ ദിവസങ്ങളാണ്. കേതുവിന്റെ അതിദേവതയാണ് ഗണപതി. കേതുർദോഷ ശാന്തിക്കായിട്ടും ഗണപതി ഹോമം നടത്താവുന്നതാണ്. ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കാവുന്നതാണ്. ഓം ഗം ഗണപതയെ നമ എന്നതാണ് ഗണപതിയുടെ മൂലമന്ത്രം. ഇതൊരു സിദ്ധമന്ത്രമാണ്. അതുകൊണ്ട് തന്നെ ആർക്കും നിത്യം ജപിക്കാം. ഉത്തമരായിട്ടുള്ള ഗണപതി ഭക്തരെ രാഹു, കേതു, ശനി, ചൊവ്വ എന്നിങ്ങനെ യാതൊരുവിധ ഗ്രഹദോഷങ്ങളും ബാധിക്കുകയില്ല എന്നാണ്. എത്ര കഠിന ദോഷ സമയമാണെങ്കിലും ആ കാഠിന്യമെല്ലാം കുറയുന്നതാണ്. ക്ഷിപ്രപ്രസാദിയായിട്ടുള്ള ഗണപതി ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിച്ചത്. ഇത് നിങ്ങൾക്ക് ഏവർക്കും പ്രയോജനപ്പെടുമെന്ന് വിശ്വസിച്ചുകൊണ്ട് എന്റെ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ശുഭദിനം.